ഷാനെ. അവസാനമായി ഞങ്ങളെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ലല്ലോ ഈ ദുഷ്ടൻ. ഇതിന് പകരം ചോദിച്ചിട്ടേ ആറ്റുവാശ്ശേരി കുടുംബം സ്വസ്ഥമായിട്ട് ഉറങ്ങും. നിങ്ങൾ നടന്നേ അങ്ങോട്ട്. എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഒരു നിമിഷം ഒന്ന് സംസാരിച്ചോട്ടെ. സംസാരിച്ചോളൂ. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അമ്മയുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളെ ഇതിൽ നിന്നും ഈ അമ്മ മോചിപ്പിച്ചിരിക്കും. ഇവരെ ആരാ സംസാരിക്കാൻ അനുവദിച്ചത്? പ്രതികൾക്ക് യാതൊരുവിധ പരിഗണനയും കൊടുക്കേണ്ട കാര്യമില്ല. ഇവരെ കൊണ്ടുപോ. എല്ലാം പൂർത്തിയായെന്നാണോ സാർ വിചാരിക്കുന്നത്? നിങ്ങളാരാ ഇതൊക്കെ ചോദിക്കാൻ? കോടതി വിധിയേക്കാൾ വലുതായി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഇല്ല സർ. ഇപ്പോ കോടതി നടന്ന കൂട്ടുകക്ഷി ഏർപ്പാട് ഇവിടെ ഇരുന്ന എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആസൂത്രിതമായൊരു കൊലപാതകം. ആ കൊലപാതകം നടത്തിയത് എങ്ങനെയാണെന്ന് ഇതേ കോടതിയിൽ ഞാൻ സാറിന് മുന്നിൽ തെളിയിച്ചു തരാം. അന്ന് സാറിന്റെ പങ്ക് എന്താണെന്നും കൂടി കോടതിക്ക് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കാനോ നിയമത്തിനെ വെല്ലുവിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നാമ്പുറത്ത് നിങ്ങൾ കൂടി ഉണ്ടെന്ന് എഴുതി ചേർക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുക. അത് നിങ്ങളാരും മറക്കണ്ട. കോടതി ഉത്തരവിന്റെ ബലത്തിൽ സാറും സാറിന്റെ കൂടെയുള്ളവരും എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ കൊണ്ടുപോകുന്നത് എന്റെ മോളെയാ. അതിന് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും സാർ. നിങ്ങൾ ഇവരെ പിടിച്ച് വണ്ടി കേട്ട് നടക്കോട്ടെ. നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ജയിലിലേക്ക് കൊണ്ടുപോകുന്നവർക്ക് ഒരു മിനിമം പരിഗണനയെങ്കിലും കിട്ടണമെങ്കിൽ അല്പം ശാന്തമായി പെരുമാറാൻ പഠിക്കണം. ആ ശാന്തതയാണ് ചന്ദ്രശേഖരന്റെ വക്കീല് കാണിച്ചതല്ലേ? ഞാൻ ഏർപ്പാടാക്കിയ വക്കീല് എന്ത് കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നേ? അയാൾ അവിടെ എന്താ ചെയ്തത്? പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് മുഴുവൻ തലയാട്ടി കൊടുത്തതല്ലാതെ
എന്തെങ്കിലും വാദഗതികൾ ഉണ്ടായിരുന്നോ? വരുണിനെയോ രാധികയോ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പകരം ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കായിരുന്നു. എനിക്കത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം താൻ ഉറപ്പിച്ചോ, ഏർപ്പാടാക്കിയ ഈ അഡ്വക്കേറ്റുമായിട്ട് ഈ കേസ് മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല. വാദിക്കാൻ അറിയുന്ന, ജയിക്കാൻ കഴിയുന്ന അഡ്വക്കേറ്റിനെ ഞാൻ കൊണ്ടുവന്ന് നിർത്തും ഈ കോടതിയിൽ. അന്ന് ചിലപ്പോ പലതിനും ചന്ദ്രശേഖരന് ഉത്തരം പറയേണ്ടി വരും. അച്ഛാ, എന്താ? അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. അത് ചെറിയച്ഛന്റെ കാര്യത്തിലാ. ചന്ദ്രശേഖരന്റെ കാര്യത്തിലോ? അതെ അച്ഛാ. ചെറിയച്ഛൻ ഏർപ്പാടാക്കിയ അഡ്വക്കേറ്റ് ഇന്ന് കോടതിയിൽ പെരുമാറിയ രീതി വളരെ വിചിത്രമായിരുന്നു. വരുണിനെ രാധികൻ രക്ഷിക്കാൻ വേണ്ടി അയാളൊരു ഡിഫൻസ് പോലും നടത്തിയില്ല. എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷന് അനുകൂലമായ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുകയും ചെയ്തു. അത് നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. അല്ല അച്ഛാ, ഞാനിത് അപ്പം തന്നെ ചെറിയച്ഛനോട് പറയുകയും ചെയ്തു. അതിന് ചെറിയച്ഛൻ പറഞ്ഞ മറുപടി ആ അഡ്വക്കേറ്റ് കേസ് വാദിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണെന്നും വാദത്തിന്റെ അവസാനം എല്ലാം ശരിയാവുമെന്നോ. പക്ഷെ ഇപ്പൊ സംഭവിച്ച കച്ചം കണ്ടില്ലേ?